ഓരോ മാസവും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് കൊണ്ടുവരികയാണ്. പൊതുഗതാഗതം മുതൽ ഭക്ഷണ കാര്യങ്ങളിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിലവിൽ അടുത്ത മാസം ആദ്യം മുതൽ സാമ്പത്തിക ഇടപാടുകളെയും LPG വിലയും ആധാരനെയുമൊക്കെ ബാധിക്കുന്ന നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. കൂടാതെ റെയിൽവേയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേ നിയമങ്ങൾ ലംഘിച്ചാൽ ഇനി മുതൽ കനത്ത പിഴ നൽകേണ്ടി വരും. കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴത്തുക 500-ൽ നിന്ന് 2500 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിരവധി റെയിൽവേ കുറ്റകൃത്യങ്ങൾക്ക് ഉയർന്ന പിഴകൾ ഏർപ്പെടുത്താനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കിയ വ്യവസ്ഥകൾ ജൂലൈ 1 മുതൽ നടപ്പിലാകും. പുതുക്കിയ സെക്ഷൻ 137 പ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരോ ഉപയോഗിച്ച ടിക്കറ്റ് വീണ്ടും ഉപയോഗിക്കുന്നവരോ അധിക ചാർജുകൾക്കൊപ്പം ബാധകമായ നിരക്കും നൽകേണ്ടി വരും. നിലവിലുള്ള 250 രൂപയിൽ നിന്ന് 500 രൂപയാണ് പുതുക്കിയ നിരക്ക്. മറ്റൊരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നതിനുള്ള പിഴയിലും മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്താൽ ടിക്കറ്റുകൾ കണ്ടുകെട്ടപ്പെടും. കൂടാതെ യാത്രക്കാരൻ യാത്രാ നിരക്കും അധിക ചാർജുകളും നൽകേണ്ടി വരും. ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും അനധികൃതമായ കച്ചവടം നടത്തുന്നതും ഭിക്ഷാടനം നടത്തുന്നതിനും 2000 രൂപ പിഴയായി ഈടാക്കും. കുറ്റം ആവർത്തിക്കുന്നവർക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. യാത്രക്കാർക്ക് ശല്യം ഉണ്ടാക്കുക, അസഭ്യം പറയുക, റെയിൽവേ സൗകര്യങ്ങളിൽ ഇടപെടുകയോ സഹയാത്രികർക്ക് അസൗകര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ 1000 രൂപ പിഴ ചുമത്താം. മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കുന്നവരെ ട്രെയിനുകളിൽ നിന്നും സ്റ്റേഷനുകളിൽ നിന്നും പുറത്താക്കുകയും പിഴ ചുമത്തുകയും ചെയ്യാം. ഇനി ആധാർ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതിയിലും മാറ്റമുണ്ട്. സാമ്പത്തിക വർഷത്തേക്കുള്ള ശമ്പള വരുമാനമുള്ളവരുടെയും ഓഡിറ്റ് ആവശ്യമില്ലാത്തവരുടെയും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ശമ്പളമുള്ളവർ, സ്വത്തുക്കളിൽ നിന്ന് വരുമാനമുള്ളവർ, മൂലധന നേട്ടങ്ങൾ ഉള്ളവരൊക്കെ ITR 1, ITR 2 ഫോമുകൾ പൂരിപ്പിക്കണം. അതുപോലെ ഏപ്രിലിൽ ജൂൺ പാദത്തിലെ TDS നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 7. ആധാർ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന സുപ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധാർ കാർഡിലെ ചില വിവരങ്ങൾ ജൂലൈ 1 മുതൽ ഡിസംബർ വരെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇമെയിൽ, അതോടൊപ്പം തന്നെ ഇമെയിൽ ID, പേര്, വിലാസം, ജനനത്തീയതി, ലിംഗഭേദം, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഈ കാലയളവിൽ ഫീസ് ഇല്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. LPG സിലിണ്ടർ വിലയിലെ മാറ്റങ്ങളും ഉണ്ട്. കൂടാതെ ആഗോള ഇന്ധന വിലയുടെ അടിസ്ഥാനത്തിൽ എണ്ണ വിപണന കമ്പനികൾ ജൂലൈ 1 മുതൽ ഗാർഹിക വാണിജ്യ LPG സിലിണ്ടർ വില പുതുക്കി നിശ്ചയിക്കും. അതുപോലെ തന്നെ CNG, PNG, ATF എന്നിവയുടെ വിലയിലും ജൂലൈ 1 മുതൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലെ മാറ്റങ്ങൾ, സിറ്റി ബാങ്ക്, യെസ് ബാങ്ക്, HDFC എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. അതായത് സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ജൂലൈ 15 പൂർണ്ണമായും ആക്സിസ് ബാങ്കിലേക്ക് മാറും. കാർഡ് നമ്പർ, പിൻ നമ്പർ, കാലാവധി, CVV എന്നിവയിൽ മാറ്റമുണ്ടാകില്ല. പക്ഷേ ആക്സിസ് ബാങ്കിന്റെ പലിശ നിരക്കുകളിൽ ഒരു മാറ്റമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ എയർപോർട്ട് ലോഞ്ച് സൗകര്യം ലഭിക്കാൻ ഓരോ പാദത്തിലും 35,000 രൂപ ചെലവ് അഴിച്ചിരിക്കണം. മുമ്പ് ഇത് 10,000 രൂപയായിരുന്നു. അതുപോലെ തന്നെ HSBC ബാങ്കിൽ സർക്കാർ പേയ്മെന്റുകൾ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയം, ഇന്ധന പർച്ചേസ്, യൂട്ടിലിറ്റി പേയ്മെന്റുകൾ എന്നിവയ്ക്ക് ജൂലൈ 1 മുതൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല എന്നതാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ജൂലൈ 1 മുതൽ നടക്കാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ.